Good morning, ma'am. Good morning, ma'am. Okay, start ചെയ്യാം. കുറെ പേരൊന്നും വന്നിട്ടില്ലല്ലോ. വായിച്ചൊക്കെ നോക്കിയോ? മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ വായിച്ചു നോക്കിയോ? സിമ്പിൾ ആണോ? എല്ലാം പഠിച്ചോ? വായിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആദ്യത്തെ പേജ് തന്നെ മൊത്തത്തിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ടേംസ് ആണ്. നമുക്ക് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു കാര്യം പഠിക്കുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ടേംസ് നമുക്കറിയണം. അപ്പൊ എന്തായാലും അത് എല്ലാ ടേംസും അറിയണം. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് വേറെ സെപ്പറേറ്റ് അടയാളപ്പെടുത്താനൊന്നുമില്ല. ബിക്കോസ് ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്ന കാര്യം നമ്മൾ കേൾക്കുമ്പോൾ അതിനകത്ത് എന്താ പറയാ, കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന ടേമുകളാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഏതൊക്കെ തരത്തിലുള്ള എക്സ്പെൻസുകളാണ് നമ്മുടെ മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നതിനകത്ത് കവറേജിനകത്ത് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. പിന്നെ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്തതായിട്ടുള്ളതും അതുപോലെ തന്നെ എന്താ പറയാ ലിസ്റ്റിൽ ഇൻഷുറൻസിന്റെ കവറേജ് ലിസ്റ്റിൽ വരാത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞു. വായിച്ചൊക്കെ നോക്കിയില്ലേ? എല്ലാ ദിവസവും അന്നു തന്നെ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി അവസാനത്തേക്ക് കൂട്ടിയൊന്നും വെക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ. കൂടാതെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റുകളും കൂടിയൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. എടുക്കുന്ന ടോപ്പിക് എല്ലാ ടീച്ചേഴ്സും എടുക്കുന്നത് 2 വീതം ഉണ്ടാവുമല്ലോ. 2 മണിക്കൂർ ക്ലാസ് എന്തായാലും നിങ്ങൾക്ക് ഒരു ദിവസം കിട്ടുന്നുണ്ട്. ആ 2 മണിക്കൂറിൽ ചിലപ്പോ ചില ടീച്ചേഴ്സ് 3 പേജിലൊക്കെ ഉണ്ടാവും, ചിലപ്പോ 2 പേജ് ആയിരിക്കും, 2.5 പേജ് ആയിരിക്കും, അല്ലെ? അതിൽ കുറവൊന്നും എങ്ങനെയൊന്നാലും എടുക്കില്ല. അപ്പൊ അത്രയൊക്കെ അതിന്റെ ഒരു എന്താ പറയാ ഗൗരവം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ടോപ്പിക്കിന്റെ കുറച്ച് ഡിഫിക്കൽട്ടി ഒക്കെ വെച്ചിട്ടാണ് അത്രയും കൂടുതലും കുറവൊക്കെ വരുന്നത്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചില ടോപ്പിക്കിൽ വലിയ സംശയം വരില്ല, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ചിലതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് കുറച്ച് 2-3 പ്രാവശ്യമൊക്കെ കൂടുതൽ പ്രാവശ്യമൊക്കെ ചില കുട്ടികൾ ചോദിക്കും. എന്നാലും 2 വായിച്ചു നോക്കുക എന്നുള്ളതാണ് കേട്ടാ. ഓക്കെ. അപ്പൊ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിൽ 3 എണ്ണം പറഞ്ഞു. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ. ഇത് 3 വരെയാണ് പറഞ്ഞു നിർത്തിയത്. റൈറ്റ്? അവരല്ലേ? ഉറപ്പാണല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളാണ് ഉള്ളത്? ഒന്നാമത്തെ നമ്മൾ പറഞ്ഞതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. ദാറ്റ് മീൻസ് മൂവിങ് ടു അവർ ഹോസ്പിറ്റലൈസേഷൻ ട്രീറ്റ്മെന്റ്. നമുക്ക് ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇൽനസ് കൊണ്ടോ ആക്സിഡന്റ് കൊണ്ടോ ഒക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ അതുമായിട്ട് റൈസ് ചെയ്യുന്ന എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടുണ്ടാകാവുന്ന ഫിനാൻഷ്യൽ ലോസ്, സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങളൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് കിട്ടാനായിട്ട് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ട് പറ്റുമെന്നുള്ളതാണ്. ഇതിനകത്ത് എന്താ പറയാ ഒരു ഹോസ്പിറ്റലിൽ ചെലവാകുന്ന തുകകളുടെ ബില്ലുകൾ ഉണ്ടാവുമല്ലോ. ആ റിക്വയർഡ് ബില്ലിന്റെ അല്ലെങ്കിൽ മറ്റു ഡോക്യുമെന്റുകളുടെ ഒക്കെ ബേസിസിലായിരിക്കും അതിന്റെ പേയ്മെന്റ് ഇൻഷുറൻസ് കമ്പനി ചെയ്യുന്നത്, കവറേജ് കൊടുക്കുന്നത്. ഓക്കെ. നമുക്ക് അടുത്തത് പറയുന്നത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. ബിയോണ്ട് ദ ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉൾപ്പെടാതെ, അത് കൂടാതെ തന്നെ, അതുകൊണ്ട് അത് കൂടാതെ എക്സ്ട്രാ വരുന്ന ചില ചെലവുകളും നമുക്കറിയാം. മെഡിക്കൽ ട്രീറ്റ്മെന്റുമായിട്ട് മെഡിക്കൽ എക്സ്പെൻസസ് ഡയറക്ട്ലി അല്ലാതെ ആ നേച്ചറിലുള്ളതല്ലാത്ത രീതിയിലുള്ള ചില ചെലവുകളും ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റിന് വരാറുണ്ട്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിനെ എത്തിക്കുക, അവിടെ സ്റ്റേ ചെയ്യുക, അവർക്ക് സ്പെഷ്യൽ ഡയറ്ററി ഫുഡുകൾ കൊടുക്കുക. അപ്പൊ അതിനൊക്കെ കൂടുതലും എക്സ്പെൻസുകൾ വരുന്നുണ്ട്. അപ്പൊ അത്തരം എക്സ്പെൻസുകൾ പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ, കോമൺ മാൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു ആവറേജ് ഇൻകം ആളുകൾ അല്ലെങ്കിൽ അതിന്റെ ബിലോ ആയിട്ടുള്ള ആളുകൾക്ക് അതൊന്നും സഫർ ചെയ്യാൻ അല്ലെങ്കിൽ ബെയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത്തരം എക്സ്പെൻസ് കൂടി കവറേജ് കൊടുക്കുന്ന തരത്തിലുള്ള സ്കീമുകളാണ് ഹോസ്പിറ്റലൈസേഷൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ക്യാഷ് കവർ ആണ് കേട്ടോ.
അടുത്ത ക്രിട്ടിക്കൽ ഇൽനെസ് കവർ നമ്മൾ പറഞ്ഞു. ചില സീരിയസ് ആയിട്ടുള്ള ഇൽനെസ്സുകൾ, ഗ്രേവ് ഇൽനെസ്സുകൾ സച്ച് ആസ് ക്യാൻസർ, ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഓർഗൻസ്, പാരലൈസിസ്, ഇതുപോലെയുള്ള ചില രോഗങ്ങൾക്ക് അതിന് ഇത് റിക്വയർസ് പ്രൊലോങ്ഡ് റിക്കവറി. കുറച്ച് കൂടുതൽ കാലയളവിൽ ആണ് നമുക്ക് അതിന്റെ റിക്കവറി സാധ്യമാകുന്നുള്ളൂ. ചിലപ്പോഴൊക്കെ അതിൽ നിന്ന് റിക്കവർ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ആവശ്യമുണ്ട്. കിടക്കണമെന്ന് തന്നെ നിർബന്ധമില്ല. അപ്പൊ കിടക്കുന്നവർക്ക് മാത്രമേ 2-3 ദിവസം അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ മെഡിക്കൽ ഇൻഷുറൻസിന്റെ കവറേജ് കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പൊ അത് കൂടാതെ അപ്പൊ ഇത് കഴിഞ്ഞിട്ടും ഡിസ്ചാർജ് എന്നും ഒന്നും അവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഒരു വിധമൊക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ ആ ഒരു എന്താ പറയാ രോഗം, ഡിസീസ് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ ഇതിന് കുറെ സമയം എടുക്കും. പക്ഷെ അത്രയും കാലമൊക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരില്ല. അവർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഒരു വിധമൊക്കെ ഓക്കെ ആയി കഴിയുമ്പോൾ പക്ഷെ വീട്ടിൽ ചെന്നിട്ട് നമ്മള് അതനുസരിച്ച് ശ്രദ്ധിക്കണം. അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുന്ന ചെലവുകളുണ്ട്. അതുകൂടാതെ എന്താ പറയുക, ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫോളോ അപ്പ്, ചെക്കപ്പ് അല്ലെങ്കിൽ ടെസ്റ്റിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെലവുകൾ. ഒരു ദിവസം വന്നിട്ട് കാലത്ത് വന്നിട്ടൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം പോകാം, അവിടെയും ചെലവുകൾ. അപ്പൊ അത്തരം ചെലവുകൾ, അഡീഷണൽ കോസ്റ്റുകൾ കൂടി. മാത്രമല്ല അവരുടെ ആ ഒരു ആളുടെ വരുമാനം ഇല്ലായ്മ ഉണ്ടാകുന്നത് കൊണ്ട് ആ ഒരു പോസിബിൾ ലോസ് ഓഫ് ഇൻകമിനെ കൂടി കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കവറേജ് ആണ് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ചെയ്തിട്ട്. ഇതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. റൈറ്റ്. അടുത്തത് നമ്മൾ പറയാൻ പോണേ. എല്ലാവരും എത്തിയാ? 17 പേരുള്ളൂ. Okay, next one, personal accident cover. It's a coverage which provides only on the occurrence of an accident. ഈ പറയുന്ന ഒരു കവറേജ് അല്ലെങ്കിൽ ഈ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ആക്സിഡന്റുകൾക്ക് മാത്രം കൊടുക്കുന്ന കവറേജ് ആണ്. ആ ഒരു പോളിസിയുടെ പ്രത്യേകത അതാണ്. ആക്സിഡന്റ് പോളിസിയാണ്. ആക്സിഡന്റ് കവറേജ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതായത് ആക്സിഡന്റ് മൂലം എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു കവറേജ് കൊടുക്കുന്ന പോളിസിയാണ്. അത്തരം കവറേജ് മാത്രം കൊടുക്കുന്ന ഇൻഷുറൻസുകളുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. അതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ഇതിന് ഇങ്ങനെ ഇതിനകത്ത് കവറേജ് കൊടുക്കുന്നത് ഇറ്റ്സ് പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡിഗ്രി ഓഫ് ഇഞ്ചുറി ഓർ ഡിസേബിൾമെന്റ് ഓർ ഓൾസോ ഡെത്ത്. അതായത് എത്രത്തോളം ഗൗരവമേറിയ എന്താ പറയാ ആക്സിഡന്റുകളുടെ ആ ഗൗരവം അനുസരിച്ച് ഒരു എന്തെങ്കിലും ഡിസേബിൾമെന്റ് സംഭവിക്കുക ആൾക്ക് എന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആകുക, അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാകുക. അപ്പൊ വൈകല്യങ്ങൾ അല്ലെങ്കിൽ ഡെത്ത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ലംസം എമൗണ്ട് വിൽ ബി പെയ്ഡ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു ലംസം എമൗണ്ട് ആയിട്ട് ആ ഒരു ആൾക്ക് അല്ലെങ്കിൽ ആളുടെ ഫാമിലിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതിന്റെ ബെനിഫിഷ്യറിക്ക് ആരാണോ അതിന്റെ തൊട്ടടുത്ത ആള് നോമിനി ആയിട്ടൊക്കെ വെച്ചിരിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടുക. മരണത്തിലാണെങ്കിൽ ആളുടെ കയ്യിൽ കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആളുടെ നെക്സ്റ്റ് ബെനിഫിഷ്യറി, ദാറ്റ് മീൻസ് ദ നോമിനി ഈസ് മെൻഷൻഡ് ഇൻ ദ പോളിസി. പോളിസിയിൽ അങ്ങനെ ഒരു മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആളുടെ പേരിലേക്കായിരിക്കും ആ എമൗണ്ട് ലംസമായിട്ട് വരിക. ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന കവറേജുകൾ മാത്രമേ പേഴ്സണൽ ആക്സിഡന്റ് കവറിനകത്ത് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. Clear ആയോ? But also it will be provided in lump sum amount based on the degree of disablement or death. എത്രത്തോളം ഗൗരവമേറിയ ഡിസേബിൾമെന്റ്, വൈകല്യമാണ് സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡെത്തിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു എന്താ പറയുക ഗൗരവമേറിയ കാര്യമില്ല എന്ന് നമുക്കറിയാം. അപ്പൊ അതോ അല്ലെങ്കിൽ വൈകല്യങ്ങളോ അതിന്റെയൊക്കെ ഡിഗ്രി ഓഫ് ഒരു ഇഞ്ചുറി ഒക്കെ നോക്കിയതിനു ശേഷം എത്രത്തോളം ഡിസേബിൾമെന്റ് സംഭവിച്ചിട്ടുണ്ട് അതിന്റെ ബേസിസിൽ, മനസ്സിലായോ? ഇപ്പൊ കയ്യോ കയ്യോ ഒക്കെ നഷ്ടപ്പെടുക ആക്സിഡന്റിലൊക്കെ, വലിയ വലിയ ആക്സിഡന്റ്സിലൊക്കെ അതിന്റെ ആ ഒരു ആധിക്യം എത്രത്തോളം ഗൗരവമേറിയ ഡിസേബിൾമെന്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും കവറേജ് കിട്ടുന്നതെന്ന്. ക്ലിയർ ആയോ പറഞ്ഞത്? പേഴ്സണൽ ആക്സിഡന്റ് കവർ മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വൺ ടോപ്പ് അപ്പ് കവർ ആണ്. അടുത്തത് ടോപ്പ് അപ്പ് കവർ ആണ്. ഇതിന്റെ പ്രത്യേകത ഇറ്റ്സ് എൻ എക്സ്റ്റൻഷൻ ഓർ ഇറ്റ്സ് എൻ അഡ്വാൻസ്ഡ് ഓൺ ഓർ അബവ് ദ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ കവർ. നമ്മുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിന്റെ കൂടെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു തരം കവറേജ് ആണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. പണ്ടൊക്കെ നമ്മള് ഈ ഫോണൊക്കെ ടോപ്പ് അപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ വിളിക്കുമ്പോ കോൾ ചാർജസ്, വിളിക്കുന്നതനുസരിച്ച് കോളിന്റെ ചാർജസ് ഇത്രയാണ് ഇനി ബാലൻസ്, ഇനി ഇത്രയാണ് ബാലൻസ് എന്നൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമായിരുന്നു അല്ലെ? ടെക്സ്റ്റ് മെസ്സേജസ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മളൊരു പ്ലാൻ ആണ് എടുക്കുക അല്ലെ? ആ പ്ലാൻ നോക്കി കണ്ടൊക്കെ എടുക്കും നമ്മൾ. ഇന്നത്തെ ഏത് പ്ലാൻ എടുത്താലും അൺലിമിറ്റഡ് കോൾസ് ആണ്. കോളിങ്ങിന് ചാർജസ് ഒന്നുമില്ല. മൊബൈൽ ഡാറ്റ നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു അതനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? ഒരു ദിവസത്തെ പെർ ഡേ ഇത്ര വെച്ചിട്ടാണ് ഡാറ്റ നമുക്ക് ഉപയോഗിക്കാവുന്നൊക്കെയാണ്. പക്ഷെ പണ്ടൊക്കെ ഈ പറഞ്ഞ പോലെ ടോപ്പ് ചെയ്യുമ്പോൾ 10 രൂപയ്ക്കോ 20 രൂപയ്ക്കോ 50 രൂപയ്ക്കോ 100 രൂപയ്ക്കോ ഒക്കെ നമ്മൾ ചാർജ് ചെയ്യും. അപ്പൊ അതനുസരിച്ച് ചാർജ് ചെയ്യുമ്പോൾ നമ്മൾ കോൾ ചെയ്ത് ഇതിങ്ങനെ തീർന്നു വരും. തീർന്ന് 0 ബാലൻസ് ആകുമ്പോൾ വീണ്ടും നമ്മൾ അടുത്ത
ടോപ്പ് അപ്പ് ചെയ്യും അല്ലെ. ആ രീതിയിൽ ഇവിടെ നമ്മൾ ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ നമ്മൾ നിലവിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലൈസേഷൻ പോളിസി എടുത്തു എന്ന് വിചാരിക്കും. ഹോസ്പിറ്റലൈസ്ഡ് ആകാൻ വേണ്ടി ഏതെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിൽ പങ്കാളിയായി നമ്മൾ അതിന്റെ ബെനിഫിറ്റ് നേടുന്നവരാണെന്ന് വിചാരിക്കാം. ആൻഡ് ഇൻ കേസ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വന്നു, ഒരു രോഗം വന്നു, നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, നമുക്കൊരു ആ പറഞ്ഞ എടുത്തിരിക്കുന്ന പോളിസിക്ക് ഒരു സം അഷ്വേർഡ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു സം ഇൻഷുർഡ്, ഇത്ര ലക്ഷം രൂപ, 1 ലക്ഷം രൂപയുടെ ആയിരിക്കാം, 50,000 ആയിരിക്കാം. വർഷത്തിൽ നമുക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് 50,000 രൂപ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നഷ്ടപരിഹാരം അല്ലെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യുന്നു. 1 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് മെഡിക്കൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്തായാലും ലക്ഷക്കണക്കിന് വാല്യൂ ഉള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസീസ് ഒക്കെ ആയിരിക്കും കൂടുതൽ എടുക്കുക. ബിക്കോസ് നമുക്ക് അറിയില്ല ഏതൊക്കെ രീതിയിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ അസുഖങ്ങളോ നമുക്ക് വന്ന് കൂടാന്ന്. കാരണം ഇന്ന് ഹോസ്പിറ്റലൊക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ പോയി കഴിയുമ്പോൾ ഒരു ടെസ്റ്റ് തന്നെ എന്തെങ്കിലും നടത്തണമെങ്കിൽ നല്ല കാശാണ് അത് അല്ലെ, ഭയങ്കര എമൗണ്ട് ആണ്. അപ്പൊ അതവിടെ കെട്ടിവെക്കാതെ അവർ നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നതും അല്ല. ഓക്കെ, first of all we have to make the investment of that particular procedure. ആ ഒരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടുള്ള കാശ് നമ്മൾ ആദ്യം തന്നെ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അവരുടെ കയ്യും കാലം എടുക്കുള്ളൂ ഡോക്ടേഴ്സ് ഒക്കെ അല്ലെ. അവരുടെ ആ ഒരു ആള് പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത് തന്നെ അതിന് ശേഷമായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ എന്തെങ്കിലും അസുഖം നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി, അപ്പൊ നമ്മളിപ്പോ ഞാനൊരു 1 ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്തിരിക്കുന്ന ഒരാളാണ്. അതിന്റെ പ്രീമിയം നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ പോളിസിയാണ്. നമ്മളോട് പറഞ്ഞിരുന്നത് ആ ഒരു പോളിസിയുടെ എഗ്രിമെന്റ് എങ്ങനെയാണ് വ്യക്തമാക്കിയിരുന്നത്. ആ ഒരു ഇയറിൽ നമുക്ക് ഏതെങ്കിലും അസുഖങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയി അപ് ടു 1 lakh rupees വരെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇൻഷുറൻസ് കവറേജ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചേർന്നത്. ആൻഡ് ആ ഒരു കോഴ്സ് ഓഫ് ഒരു പോളിസി പീരീഡിൽ ആ ഒരു വർഷത്തിൽ എനിക്കൊരു എന്തെങ്കിലും അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, ആ ടെസ്റ്റ് സർജറി എന്നൊക്കെ പറഞ്ഞിട്ട് ആ 1 ലക്ഷം രൂപയും ബിക്കംസ് എക്സോസ്റ്റഡ് എന്ന് വിചാരിക്കുക. അത് തീർന്നുപോയി, ആ കാശ് തീർന്നുപോയി എന്ന് അവർ ഓഫർ ചെയ്ത ഇൻഷുറൻസിന്റെ കവറേജിൽ സം അഷ്വേർഡ് എന്ന് പറയുന്ന 1 ലക്ഷം രൂപ വരെ കിട്ടുമെന്നാണ് അവർ പറഞ്ഞിരുന്നത്. അത് തീർന്നുപോയി. ആ ഒരൊറ്റ അസുഖത്തിന് വേണ്ടി പോയി കഴിയുമ്പോഴേക്കും ആ കാശ് തീർന്നു. ഓക്കെ, ഇനി ആ ഒരു വർഷത്തിനുള്ളിൽ ഇനിയും എനിക്ക് അസുഖം വരാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? വീണ്ടും വരാം. ഓക്കെ, ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങൾ ഇനിയും വരാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരത്തെ കൂട്ടി അഡ്വാൻസ്ഡ് ആയിട്ട് ഈ പറയുന്ന നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് തന്നെ നമുക്ക് വി ഹാവ് ആൻ ഓപ്ഷൻ ടു എക്സ്റ്റെൻഡ് അവർ കവറേജ്. നമ്മുടെ കവറേജിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ ടോപ്പ് അപ്പ് ചെയ്യാനുള്ള അവസരം ഉണ്ടെന്ന്. കാരണം ഇപ്പൊ ഞാൻ ആശുപത്രിയിൽ കിടന്ന് എന്താ പറയാ, ഇപ്പൊ ഒരു പോളിസി എടുത്തു, അതിന്റെ ഒരു ഇയർ കംപ്ലീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ March 31 വിചാരിക്കുക. ഞാൻ April 1 ആ പോളിസി എടുത്ത ആളാണ്. March 31 ആയപ്പോ എന്റെ ആ ഒരു പോളിസിയുടെ പീരീഡ് അവിടെയാണ് അവസാനിക്കുന്നത്. പക്ഷെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു എന്താ പറയാ ഒരു സെപ്റ്റംബർ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു, ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഈ തന്ന അവർ പറഞ്ഞ ഓഫർ ചെയ്തിരിക്കുന്ന ഇൻഷുറൻസ് കവറേജിന്റെ ഫുൾ എമൗണ്ട് ആശുപത്രിയിലായി തീർന്നു. അപ്പൊ എന്താ ഇനി എന്തെങ്കിലും ഇടയ്ക്ക് ഇനിയും വീണ്ടും ഏപ്രിൽ എത്തുന്നതിന് മുമ്പ് വേറെ അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആയി എനിക്ക് കവറേജ് കിട്ടോ? കിട്ടില്ല. പക്ഷെ ഐ ഹാവ് എ ചാൻസ്. ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം ടോപ്പ് കവറിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമുക്ക് ആ ഒരു പോളിസി എക്സോസ്റ്റഡ് ആയി പോയി കഴിഞ്ഞാൽ അവിടെ വെച്ച് അതേ കവറേജിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന് ഒരു എക്സ്ട്രാ എക്സ്പെൻസ് നമ്മൾ സ്പെൻഡ് ചെയ്താൽ മതി. അതായത് നമുക്ക് അത് പ്രീമിയത്തിന്റെ കൂടെ എക്സ്ട്രാ പൈസ അടച്ച് നമുക്ക് എന്ത് ചെയ്യാം, അത് ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തെടുക്കാം. ഇത്ര രൂപ വീതം പ്രീമിയം അടച്ചോ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ടോപ്പ് അപ്പ് ചെയ്യാം. എന്ന് വെച്ചാൽ ആ ഒരു ബിറ്റ്വീനിൽ ഏപ്രിൽ അടുത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വീണ്ടും നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ എത്ര രൂപയുടെയാണോ നമ്മൾ വീണ്ടും അതിന്റെ കൂടെ ടോപ്പ് അപ്പ് ചെയ്യുന്നത് അതുവരെയുള്ള ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? എന്താണെന്ന് മനസ്സിലായോ? Top of health cover is considered as an extension over your current health or hospitalization policy. നിലവിലുള്ള ആരോഗ്യ അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളെ പോളിസികളെ എടുക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു കവറേജ് കിട്ടുന്ന പോളിസിയാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും എന്താ പറയാ പോളിസി ഇതുപോലെയുള്ളത് എടുത്തു കഴിയുമ്പോൾ നമ്മുടെ പോളിസിയുടെ എമൗണ്ട് സം അഷ്വേർഡ് നമ്മുടെ എക്സോസ്റ്റഡ് ആയി പോയെങ്കിൽ, എക്സോസ്റ്റഡ് എന്ന വാക്കിന്റെ അർത്ഥം തീർന്നു പോകുക, ഇല്ലാതായി പോകുക എന്നാണെങ്കിൽ നമുക്ക് വി ഹാവ് എ ചാൻസ് ടു ടോപ്പ് അപ്പ്. നമുക്ക് ഈ പറയുന്ന എക്സ്ട്രാ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാൻ വേണ്ടി, ഇനി വരാകാവുന്ന ചെലവുകളെ മീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ടോപ്പ് അപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ ഒരു സ്കീമിനകത്ത് ഉണ്ട്. ഇതിനകത്ത് മാത്രമേ അതുള്ളൂ എന്നാണ് പ്രത്യേകത ടോപ്പ് അപ്പ് കവറിന്. ക്ലിയർ ആയോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. പ്രധാനപ്പെട്ട രീതിയിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞതെല്ലാം. ഹോസ്പിറ്റലൈസേഷൻ കവർ, ഹോസ്പിറ്റൽ ക്യാഷ് കവർ, ക്രിട്ടിക്കൽ ഇൽനസ് കവർ, പേഴ്സണൽ ആക്സിഡന്റ് കവർ ആൻഡ് ടോപ്പ് അപ്പ് കവർ. ഓക്കെ,
അപ്പൊ ഇതിന്റെയൊക്കെ ആ ഒന്നാമത്തെ സെന്റൻസുകൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. എല്ലാത്തിന്റെയും ഹോസ്പിറ്റലൈസേഷൻ കവറിന്റെ ആദ്യത്തെ സെന്റൻസ്, ഹോസ്പിറ്റൽ ക്യാഷ് കവറിന്റെ ആദ്യത്തെ സെന്റൻസ്, ക്രിട്ടിക്കൽ ഇൽനസ് കവറിന്റെ ആദ്യത്തെ സെന്റൻസ് ഞാൻ അത് പറഞ്ഞിരുന്നു. ആ ട്രാൻസ്പ്ലാന്റ് എക്സെട്ര എന്ന് പറയുന്ന ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നിടത്തോളം വരെ മതി എന്ന് പറഞ്ഞു. അത് പറയുമ്പോഴേക്കും ഏകദേശം നിങ്ങൾക്ക് കിട്ടും. പേഴ്സണൽ ആക്സിഡന്റ് കവറിന്റെയും ആദ്യത്തെ ആക്സിഡന്റിന്റെ സമയത്ത് കിട്ടുന്നതാണ് എന്നുള്ളത്. ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ പോളിസി അല്ലെങ്കിൽ ഹെൽത്ത് പോളിസിയുടെ കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടുന്നത്. ആദ്യത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞ് മനസ്സിലായല്ലോ? ഓക്കെ, സോ അടുത്തതിലേക്ക് നമുക്ക് പോകാം. അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മളുടെ എന്താ പറയാ, ഇന്ത്യയിലൊക്കെ ഒരുപാട് പുതിയ പുതിയ പോളിസീസ് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റിന്റെ സർക്കാർ മുഖേന ഒത്തിരി ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ സർക്കാർ പുതിയ പുതിയ ഇൻഷുറൻസ് പദ്ധതികൾ കൊണ്ടുവരുന്നത്? ഇറ്റ് ഈസ് ഫോർ ദ ലിഫ്റ്റ്മെന്റ് ഓഫ് ദ പുവർ പീപ്പിൾ ഓർ ദ BPL ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. അതായത് കുറച്ച് എന്താ പറയാ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ബിലോ പോവർട്ടി ലെവലിൽ ജീവിക്കുന്ന കുടുംബക്കാർക്കൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ, അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ. കാരണം ഇവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ പാവങ്ങൾക്ക് അസുഖങ്ങൾ വരാൻ പാടില്ല എന്നാണോ? ഇല്ല. ഇന്നത്തെ കാലത്ത് ഏത് ആളുകൾക്കും ആർക്കും വേണമെങ്കിൽ ഏത് രീതിയിലുള്ള അസുഖങ്ങളും വരാം. അപ്പൊ മാത്രമല്ല, ഈ അസുഖം വരുന്നത് മാത്രമല്ല, ഇതിനൊക്കെ വേണ്ടി നമ്മൾ ചികിത്സിക്കാൻ പോകുമ്പോഴാണ് ഹ്യൂജ് എമൗണ്ട് അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടതായിട്ട് വരിക. ആൾക്കാർക്കും കുഴപ്പമില്ല, കാശുണ്ടാവും, അവർക്ക് ഏതെങ്കിലും രീതിയിൽ അത് എന്ത് ചെയ്യാം, മെയിൻറ്റെയിൻ ചെയ്യാം. അവർക്ക് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോ മറ്റൊന്നിനെയും അവിടെ മാറ്റേണ്ടി വരില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടുകളും അവർക്ക് ഫാമിലീസിന് ഉണ്ടാകുന്നില്ല. പക്ഷെ പുവർ പീപ്പിളിനെ സംബന്ധിച്ച് അവർ ഡേ ടു ഡേ കാര്യങ്ങളും തന്നെ തള്ളി നീക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരിക്കാം. അവരുടെ കയ്യിലുള്ള ആ ഒരു വരുമാന മാർഗം അങ്ങനെ ഇരിക്കുന്ന ഒരു എന്താ പറയാ, എല്ലാം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് എല്ലാം നിശ്ചിതമായ രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ അവര് എന്ത് ചെയ്യുന്നു, കിട്ടുന്ന വരുമാനവും അതിനുവേണ്ടി അതിന്റെ കൂടെ ചെലവാക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രത്യേക പ്രൊപ്പോർഷനിലാണ് അവരത് കൊണ്ടുപോകുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷേ ഇത് അപ്രതീക്ഷിതമാണ്, അല്ലെങ്കിൽ ആകസ്മികമായിട്ട് നമുക്ക് ഇത്തരം രോഗങ്ങളോ എന്തെങ്കിലും ആക്സിഡന്റുകളോ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ താളം തെറ്റും. അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രത, കുടുംബത്തിന്റെ ഭദ്രത തന്നെ നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കുറച്ച് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് വൺ ഈസ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, SHI എന്നത് ബ്രാക്കറ്റിൽ ഇട്ടേക്കാം. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്, സാമൂഹിക ആരോഗ്യ ഇൻഷുറൻസ് ആണ്. ബ്രാക്കറ്റില് SHI എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ എന്താണ് ഈ ഒരു ഇൻഷുറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ഇല്ലേ, ഈ ഇൻഷുറൻസിന്റെ ഭാഗമാകാൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻഷുറൻസിന്റെ ബെനഫിറ്റ് അല്ലെങ്കിൽ ബെനഫിഷ്യറി ആകാൻ വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ഫോളോയിങ് 3 കണ്ടീഷൻസ്, താഴെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസിന് വിധേയമായിട്ടാണ് ഈ ഒരു പദ്ധതിയിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ഈ ഒരു പ്രോഗ്രാമിൽ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ആ ഒരു ഇൻഷുറൻസ് സ്കീമിന്റെ ഭാഗമാകുന്നതിന് നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, പാർട്ടിസിപ്പേഷൻ ഈസ് വെരി നെസസറി ബൈ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. അതായത് ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്ത് പങ്കാളിയാകണമെങ്കിൽ ജോലിയുടെ, നമ്മൾ ചെയ്യുന്ന തൊഴിലിന്റെ നിയമങ്ങൾ വ്യവസ്ഥകൾ അനുസരിച്ചോ അല്ലെങ്കിൽ നിയമ അനുസൃതമായോ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കാളിയായിരിക്കണം. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ജോലി ചെയ്യുന്ന ആൾക്കാര്, അപ്പൊ ആ ജോലിയുടെ ഭാഗമായിട്ട് ഈ ഒരു ഇൻഷുറൻസ് കൂടിയേ മതിയാകൂ, അങ്ങനെ നിബന്ധന ഉണ്ടായിരിക്കും. ഇന്ന ജോലി ചെയ്യാനാണ് ചില സ്ഥാപനങ്ങളിൽ അങ്ങനെയുണ്ട്. ആ ഒരു ജോലിക്ക് ചിലപ്പോൾ റിസ്ക് ഫാക്ടറുകൾ കൂടുതലുള്ളതായിരിക്കും. ഓക്കെ അല്ലെ, ചില എന്താ പറയാ, നമ്മള് സാഹസികമായിട്ടുള്ള ചില കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് ആക്സിഡന്റുകളൊക്കെ സംഭവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ജോലികളിലൊക്കെ ഏർപ്പെടുന്ന എന്തോരം ആൾക്കാരാ ഉള്ളത് അല്ലെ. ഇപ്പൊ ഇലക്ട്രിസിറ്റി എന്താ പറയാ, പോസ്റ്റിന്റെ പൊക്കത്തിൽ കയറുന്ന ആൾക്കാര് അല്ലെ, അവരുടെ ലൈഫ് നമുക്ക് സേഫ് അല്ല അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോൾ. ഏത് നേരവും നമ്മൾ പ്രിക്കോഷൻസ് എടുത്താൽ പോലും ബൈ ചാൻസ് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ജോലികൾ ചെയ്യുന്ന എംപ്ലോയീസ് നമ്മുടെ നാട്ടിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് ആ ജോലിയുടെ ഒരു നിയമമാണ് എന്ത്, you have to participate in some health insurance. ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസിന്റെ പദ്ധതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നിയമമാണ്, ബൈ ലോ. അതാണ് പറഞ്ഞത്, നിയമപരമായിട്ട് അവരതില്
അവർ പങ്കാളിയായിരിക്കണം എന്നുള്ളത് ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രോഗ്രാമിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിഷ്യറി ആകണമെങ്കിൽ ബൈ ലോ അല്ലെങ്കിൽ ബൈ ദ കണ്ടീഷൻസ് ഓഫ് ദ എംപ്ലോയ്മെന്റ്, ചെയ്യുന്ന തൊഴിലിന്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് ഇതിനകത്ത് എന്തായാലും പങ്കാളിത്തം എടുത്തേ മതിയാകും. അതൊരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇറ്റ് ഈസ് എക്സസൈസ്ഡ് ഓൺ ബിഹാഫ് ഓഫ് എ ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് എ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഓർ മെമ്പേഴ്സ്. അതായത് ഇത്തരം സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികളിൽ അംഗമാകാൻ പറ്റുന്നവർ ആരാണെന്നറിയോ? ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനായിരിക്കാം, ഒരു ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ആണ്. കാരണം അവർ കൂട്ടായിട്ടാണ് ഇത്തരം എന്താ പറയാ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ജോലികൾ ചെയ്യുന്നത്. അപ്പൊ ആ കൂട്ടത്തിന്റെ പേരിലായിരിക്കും ഇൻഷുറൻസ് എടുക്കുക, ജോയിന്റ് ലൈഫ് പോളിസി പോലെ. ഓക്കെ, അപ്പൊ അത് വളരെ ചുരുങ്ങിയ ഗ്രൂപ്പാണ്, ഒരു 19,000 ആൾക്കാർ വെച്ചിട്ടൊന്നുമല്ല, ഒരു 3-4 ആൾക്കാരുടെ പേരില്, അടുത്ത വീണ്ടും അടുത്ത ഗ്രൂപ്പ്, അങ്ങനെ. അപ്പൊ എത്രത്തോളം റിസ്ക് ഫാക്ടർ കൂടുതൽ ഉണ്ടോ അതനുസരിച്ച് ഉള്ള പോളിസീസ് ഈ പറയുന്ന സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായിട്ട് കവറേജ് കിട്ടും. ഓക്കെ, അപ്പൊ അത്തരം ആളുകൾ ആ ഒരു ഗ്രൂപ്പ് ആയിട്ടൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് സ്കീം നടപ്പിലാക്കിയിട്ടുള്ളത്. ഇനി ഈ എന്താ പറയാ നടപ്പിലാക്കിയിരിക്കുന്ന ഈ ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിനകത്ത് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഹു വിൽ കോൺട്രിബ്യൂട്ട്, ആരാണ് ഇതിനകത്തേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടത്? നമ്മളായിട്ടും അത് പറഞ്ഞു, പ്രീമിയം അടയ്ക്കണ്ടേ? ഏത് ഇൻഷുറൻസ് എടുത്താലും നമ്മൾ നിശ്ചിത തുക പ്രീമിയം അടയ്ക്കണം. LIC എടുത്തിട്ടുള്ള ഒരു ഇഷ്ടം പോലെ ഉണ്ടാവും ഇതിനകത്ത്, അല്ലെ? ഞാനതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ മന്ത്ലിയോ ക്വാർട്ടർലിയോ ഹാഫ് ഇയർലിയോ ഇയർലിയോ അങ്ങനെയൊക്കെ നമ്മൾ പ്രീമിയം അടയ്ക്കുന്നുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കണ്ടീഷൻസ് ഓഫ് ദ ഇൻഷുറൻസ്. ഇൻഷുറൻസ് പോളിസിയുടെ വ്യവസ്ഥകൾക്കനുസരിച്ച് നമ്മൾ അങ്ങനെ അവർ ആവശ്യപ്പെട്ട പ്രകാരമാണ് നമ്മൾ പൈസ അടച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്ന പോളിസി ആണെങ്കിൽ കൂടി അതിനും ചെറുതായിട്ട് ചെറിയ തുകയാണെങ്കിലും അതിനൊരു പ്രീമിയം ഉണ്ട്. ആ പ്രീമിയം നമ്മൾ അടയ്ക്കണം, അല്ലെ? പക്ഷെ ഇവിടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിൽ എംപ്ലോയി ഡസ് നോട്ട് പേ ദ കോൺട്രിബ്യൂഷൻ. എംപ്ലോയിക്ക് ആ പൈസ, ഇപ്പൊ ഞാൻ ഇവിടുത്തെ എംപ്ലോയി ആണ്, അപ്പൊ ഞങ്ങൾക്ക് ചെയ്യുന്ന ജോലികളെ വലിയ റിസ്ക് ഫാക്ടർ ഉള്ളതാണ്, അതെല്ലാം നമുക്കറിയാം, അല്ല പക്ഷെ അങ്ങനെയാണെന്ന് നിങ്ങൾ അത് അസ്യൂം ചെയ്യാം. അങ്ങനെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ചില ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ 2-3 പേരുടെ പേരിൽ ആരെടുക്കണം കോൺട്രിബ്യൂഷൻസ് അടയ്ക്കേണ്ടത് ആരാ? എംപ്ലോയർ ആണ്. കാരണം ആ ജോലി നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ എംപ്ലോയറുടെ സ്ഥാപനത്തിൽ വെച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ചികിത്സ ആവശ്യമായിട്ട് വരും. അത് ആര് ചികിത്സിക്കേണ്ടി വരും? എംപ്ലോയർ തന്നെ ചികിത്സിക്കേണ്ടി വരും. സോ ദ കോൺട്രിബ്യൂഷൻ ഹാസ് ടു ബി മെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ പേരിൽ എംപ്ലോയർ ആയിരിക്കണം ഇതിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത്. അപ്പൊ ഈ 3 കണ്ടീഷൻസ് നിർബന്ധമാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമാകണമെങ്കിൽ. അപ്പൊ either by law or the conditions of the employment we have to participate in this insurance. ഈ ഒരു ഇൻഷുറൻസിന്റെ ഭാഗമാകാൻ നിയമപരമായിട്ടോ അല്ലെങ്കിൽ ജോലിയുടെ വ്യവസ്ഥകൾ പ്രകാരമോ നമ്മൾ പങ്കാളിയായിരിക്കണം. ഇറ്റ് വിൽ ബി ഓഫേർഡ് ടു എ ഗ്രൂപ്പ്, ദാറ്റ് മീൻസ് ദ ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ്. ഇത് ഗ്രൂപ്പ് ആയിട്ട് ജോയിന്റ് ആയിട്ടാണ് കൊടുക്കുന്ന ഇത്തരം പോളിസീസ്. ഒരു ലിമിറ്റഡ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സിലായിരിക്കും ഈ ഒരു പോളിസി കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ ദ കോൺട്രിബ്യൂഷൻ ഷുഡ് ബി മെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓൺ ബിഹാഫ് ഓഫ് ദ എംപ്ലോയി. എംപ്ലോയിയുടെ പേരിൽ എംപ്ലോയർ ആയിരിക്കണം ഇതിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത്. അപ്പൊ എസ്എച്ച്ഐയുടെ കാര്യം മനസ്സിലായോ? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് സ്കീമിന്റെ ചില കണ്ടീഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? അടുത്തതിലേക്ക് പോകാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫീച്ചേഴ്സ് ഓർ ബെനിഫിറ്റ്സ് ഓഫ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മളിപ്പോ ഈ പറഞ്ഞ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? എന്ത് നേട്ടമാണ്, എന്ത് ബെനിഫിറ്റാണ് ഈ ഒരു ഇൻഷുറൻസിനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്ന ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഓഫേർഡ് അറ്റ് ലോ കോസ്റ്റ്. വളരെ ചുരുങ്ങിയ പൈസയ്ക്കാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എന്താ പറയാ, ഇത് ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ അതെങ്ങനെയായിരിക്കും? ഗവൺമെന്റ്, നമുക്കറിയാം ഗവൺമെന്റിന്റെ എല്ലാ ഓഫറിങ്സും വളരെ ചുരുങ്ങിയ ചെലവിലായിരിക്കും, അല്ലെ? നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലൊക്കെ പോകുന്നവരാണ്. അപ്പൊ നമുക്കറിയാം മറ്റ് കമ്പയർഡ് ടു അതർ ഹോസ്പിറ്റൽസ് അവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്ന കാശ് വളരെ കുറവാണ്, അല്ലെ?
എല്ലാം നോക്കിക്കോ നിങ്ങൾ, ഏത് നമ്മള് കാര്യങ്ങൾ നോക്കിയാലും ഗവൺമെന്റിന്റെ ഒരു കീഴിലാണെങ്കിൽ അതിനൊക്കെ ഭയങ്കര കോസ്റ്റ് കുറവായിരിക്കും, ചെലവ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള പോളിസി, ഈ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഗവൺമെന്റ് ആയതുകൊണ്ട് തന്നെ ഇത് ലോ കോസ്റ്റിലാണ്, വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഇത് ഓഫർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല BPL ഫാമിലീസ് ഓൾസോ ക്യാൻ അവൈൽ ദ ബെനിഫിറ്റ് ഓഫ് ദിസ് പോളിസി. ഈ പോളിസിയുടെ അവൈലബിലിറ്റി അല്ലെങ്കിൽ നേട്ടം സാധ്യമാക്കാനായിട്ട് BPL ഫാമിലീസിനും സാധിക്കുമെന്നുള്ളതാണ്, എംപ്ലോയീസിന് മാത്രമല്ല. അപ്പൊ ഇതുപോലെയുള്ള ജോലികൾക്ക് മാത്രമല്ല, BPL ഫാമിലീസിനെ കൂടി ഉൾപ്പെടുത്തുന്നുണ്ട് ഇതിനകത്ത്, അവർക്കും ഈ ഒരു പദ്ധതി ഓഫർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇത് ഗ്യാരണ്ടീസ് കവറേജ് ഫോർ ദ പുവർ പീപ്പിൾ. BPL ഫാമിലീസും അതുകൂടാതെ പുവർ, വളരെ ദരിദ്രരായിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പോളിസി ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മളപ്പോ വിചാരിക്കും ഈ പോളിസി വളരെ ചുരുങ്ങിയ ചെലവിലാണ് പുറത്തിറക്കിയിരിക്കുന്നത്, BPL ഫാമിലീസിനും പുവർ പീപ്പിൾസും ഉദ്ദേശിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഇവർക്ക് കാശൊക്കെ അധികം ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഇവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രം പോയി ചികിത്സ തേടിയാൽ മതി എന്നാണോ? തീർച്ചയായിട്ടുമല്ല. ഇത്തരം പദ്ധതികളിൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും, വെദർ ദേ ആർ പുവർ BPL ഫാമിലീസ് ആരും ആയിക്കോട്ടെ, they can get the treatment from both the private and also government hospitals. അവർക്ക് ബെറ്റർ ഹെൽത്ത് കെയർ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും കൂടാതെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും കിട്ടും എന്ന് ആണ് അതിന്റെ അർത്ഥം. ഓക്കെ, വളരെ ലോ കോസ്റ്റിൽ എന്ന് വെച്ചാൽ തുടക്കമൊക്കെ ആയിരിക്കുള്ളൂ. ഒരു ഇനീഷ്യൽ പേയ്മെന്റ് ചിലപ്പോൾ 30 രൂപ പ്രതിമാസം ഒന്നും അല്ലാത്ത അവിടെ ഉദ്ദേശിക്കുന്നത്, മന്ത്ലി ഒന്നും അത്രയും പൈസ ഒന്നും അടയ്ക്കണ്ട. ഗവൺമെന്റ് ഓഫർ ചെയ്യുന്ന ചെറിയ തുകയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത്. 30 രൂപ മാത്രം അടച്ച് അത്തരം സ്കീമുകളിൽ പങ്കാളിയാകുക എന്ന് വെച്ചാൽ എല്ലാ വർഷവും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവര് പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് ഓരോ ഇൻഷുറൻസിനും. ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴും ഓർക്കുക, ഓരോ ഇൻഷുറൻസ് കമ്പനിയും അവരവരുടേതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ഓഫർ കൊടുക്കുന്നത്. അപ്പൊ ഗവൺമെന്റ് ഈ ഇൻഷുറൻസ് കമ്പനിയുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്തിട്ട് ഇത്തരം ആളുകളെയും, അതായത് പാവപ്പെട്ട ആളുകൾക്ക് ഇത്തരം വലിയ ചികിത്സകളൊക്കെ വേണ്ടി വരുമ്പോ അവർക്ക് ബെറ്റർ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എങ്കിൽ അവരെ അത് ചിലപ്പോൾ എന്ത് ചെയ്യും, മരണത്തിലേക്ക് പോകും. പാവപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് ജീവന് വരയില്ലെന്നാണോ? തീർച്ചയായിട്ടും അല്ല. എല്ലാവർക്കും ഒറ്റ ജീവനുള്ള എല്ലാവരുടെയും ആ ഒരു ജീവന്, ആ ഒരു ശ്വാസം നിലയ്ക്കുന്നത് വരെ എല്ലാവരുടെയും ജീവന് എല്ലാം ഒരേ വില തന്നെയാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവർക്ക് ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ കിട്ടാത്തത് കൊണ്ട് അതവിടെ കിടക്കട്ടെ, ഞങ്ങളുടെ കയ്യിൽ കാശില്ല, കാരണം ഇത്രയൊക്കെ നമ്മൾ ചെയ്തു, പക്ഷെ അഗൈൻ ഇതിന് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റില്ല എന്നുള്ളതെങ്കിൽ അവർക്ക് ഇങ്ങനെ നോക്കി നിൽക്കാനല്ലേ പറ്റുള്ളൂ. അത്തരം സാഹചര്യങ്ങൾ ഇതൊക്കെ വളരെ എന്താ പറയാ ഹെൽപ്ഫുൾ ആണ് അത്തരം ആളുകൾക്ക്. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് ബെറ്റർ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ബോത്ത് നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും ഗവൺമെന്റ് ഹോസ്പിറ്റൽസിലും കിട്ടുമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പൊ ഇതൊക്കെ നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയുടെ ബെനിഫിറ്റുകളാണ്. ഗവൺമെന്റ് ഓഫർ ചെയ്തിരിക്കുന്നത് ലോ കോസ്റ്റിലാണ്. BPL ഫാമിലീസിന് കൂടി അവൈലബിൾ ആകുന്ന ബെനിഫിറ്റ് ആണ് ഈ പോളിസിക്കുള്ളത്. പുവർ പീപ്പിളിന് ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഹെൽത്ത് കെയർ, ബെറ്റർ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതുമാണ്. ഈ 4 ഗുണങ്ങൾ, നേട്ടങ്ങളാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ടുള്ളത്. ക്ലിയർ ആണല്ലോ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് അതിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. പിന്നെ ഈ പറഞ്ഞ ബെനിഫിറ്റുകൾ, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റ്, ആ ഫുൾ സെന്റൻസ് അങ്ങനെയൊന്നും പഠിക്കണ്ട. ഗവൺമെന്റ് അറ്റ് ലോ കോസ്റ്റിൽ അങ്ങനെയൊക്കെ പഠിച്ചാൽ മതി. ആ ഇമ്പോർട്ടന്റ് വേർഡ്സ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചാൽ മതി. BPL ഫാമിലീസിന്, പുവർ ഫാമിലീസിന് ട്രീറ്റ്മെന്റ് ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് ഗവൺമെന്റ് ഹോസ്പിറ്റൽസ്, ഇതൊക്കെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയിലെ ബെനിഫിറ്റുകളാണ്. ക്ലിയർ ആണല്ലോ? പോയിക്കോട്ടെ അടുത്തതിലേക്ക്. ഓക്കെ, യെസ്. അടുത്തത് ഇതുപോലെ തന്നെ മറ്റൊരു ഇൻഷുറൻസ് സ്കീമാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ആദ്യം പഠിച്ചത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണെങ്കിൽ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആണ്. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് നമ്മൾ അധികം കേട്ടില്ലെങ്കിലും ESI എന്ന് പലരും കേട്ടിട്ടുണ്ടാവും, അല്ലെ? ESI ഉള്ള ആളാണ്. അതുകൊണ്ട് ഇന്ന ഹോസ്പിറ്റലിൽ പോയാലേ നമുക്ക് എന്താ പറയാ അതിന്റെ ഇൻഷുറൻസ് ബെനിഫിറ്റ് നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ്, ആ ഒരു ESIയുടെ ആ ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടുന്ന ഹോസ്പിറ്റൽസ് തേടിയൊക്കെ ചില ആൾക്കാര് ചില ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വേണ്ടിയിട്ട് ചൂസ് ചെയ്ത് പോകും. എല്ലായിടത്തും കിട്ടുന്നതല്ല. അപ്പൊ ചില ഹോസ്പിറ്റൽസിൽ അത് അവൈലബിൾ ആയിരിക്കില്ല, ചില ഹോസ്പിറ്റൽസിൽ മാത്രമേ അത് വന്നിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ആ ഒരു ആള് പോകുക, പേഷ്യന്റിനെയോ അല്ലെങ്കിൽ പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ആളോ പോകുക. അപ്പൊ ESI, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്, വീണ്ടും അതിന്റെയും എന്താ പറയാ ഫുൾ ഫോം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്.
ഈ ESI എന്ന് പറയുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1948 ഇതൊക്കെ ഇപ്പൊ ഒന്നും തുടങ്ങിയതൊന്നുമല്ല. 1948 നമുക്കറിയാം ഇൻഡിപെൻഡൻസിനൊക്കെ തൊട്ട് പിന്നീട് വന്നിരിക്കുന്ന എന്താ പറയാ പ്രോഗ്രാമുകളാണ് ഈ പറഞ്ഞ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ഒക്കെ. ഇനി എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നാണ് അതിന്റെ പേര്. ഇത്തരം സ്കീം ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിക്കൽ ബെനിഫിറ്റ് മാത്രമല്ല, നമുക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആയി കഴിഞ്ഞാൽ അവിടുത്തെ ചെലവുകൾ മാത്രമല്ല ക്യാഷ് ആയിട്ടും ഉള്ള ബെനിഫിറ്റ് ESIയിൽ ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ പ്രത്യേകത. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീമിന്റെ പ്രത്യേകതയാണ് ഇത് പ്രൊവൈഡ്സ് ബോത്ത് ക്യാഷ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ്. അണ്ടർലൈൻ ചെയ്തേക്കണേ, 1948 എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. ESIS എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം അതിന്റെ ഫുൾ ഫോം അത് അണ്ടർലൈൻ ചെയ്യണം. മെഡിക്കൽ ആൻഡ് ക്യാഷ് ബെനിഫിറ്റ്സ് അത് അണ്ടർലൈൻ ചെയ്യണം. ഓക്കെ, ഇനി ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതി ഇറ്റ്സ് കൺട്രോൾഡ് ബൈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ആരാണ് ഇത് നിയന്ത്രിക്കുന്നത്? ഈ സ്കീമിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സെമി ഗവൺമെന്റ് ബോഡിയാണ്. സെമി ഗവൺമെന്റ് അർദ്ധ സർക്കാർ ബോഡിയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. ഈ പറയുന്ന ESIയുടെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്തൊക്കെ കൊണ്ടുപോകുന്നത് ആരാണ്? അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് കേട്ടോ. ESIC എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, മറ്റേത് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം. ഓക്കെ, ഈ സെമി ഗവൺമെന്റ് ബോഡിയുടെ ചെയർമാൻ ആരായിരിക്കും അറിയോ? യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും ഇതിന്റെ ചെയർമാൻ. ഈ സെമി ഗവൺമെന്റ് ബോഡി ആയിട്ടുള്ള എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലുമായിരിക്കും എന്നുള്ള കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തോട്ടാ. അതിലൊന്നും നമുക്ക് മാറ്റം വരുത്താൻ പറ്റില്ല. അതൊക്കെ അങ്ങനെ തന്നെ നിയമപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തി ഇതിന്റെയൊക്കെ ചെയർമാനും എക്സിക്യൂട്ടീവും ഒക്കെ ആക്കി നിർത്തിയിരിക്കുന്നതാണ്. അപ്പോ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന സെമി ഗവൺമെന്റ് ബോഡി അത് ഈ പറയുന്ന ESIയുടെ എല്ലാ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. മാത്രമല്ല ഇതിന്റെ ചെയർമാൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബറും ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറലും ആയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി ഇതിനകത്ത് എന്തൊക്കെ ബെനിഫിറ്റ് അതിന് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഏത് ESIയില് പ്രധാനമായിട്ടും കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്താണെന്ന് നമുക്ക് ഇനി അടുത്ത് നോക്കാം. ഇത് പാരഗ്രാഫ് മനസ്സിലായില്ലേ? ESI അല്ലെങ്കിൽ ESIS ESIC ഒക്കെ ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി എന്താണ് ഇതിനകത്തുള്ള ബെനിഫിറ്റുകൾ? ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു സിക്നസ് ബെനിഫിറ്റ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സിക്നസ് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന ബെനിഫിറ്റ്. ബട്ട് ഇറ്റ് വിൽ ബി പ്രൊവൈഡഡ് only for the employee who have worked for 78 days before the sickness. അതായത് ആ ഒരു ആൾക്ക് എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ഒരു രോഗം വന്നു, ആ രോഗം വന്നിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി, അങ്ങനെ ആ ഒരു സിക്നസ് ബെനിഫിറ്റ് ESI പ്രകാരം എനിക്ക് സിക്നസ് ബെനിഫിറ്റ്, ജോലിയിൽ ഇരിക്കുന്ന ആളാണ്, ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ തൊട്ട് മുന്നേ ആ സിക്നസിന് തൊട്ട് മുന്നേ 78 ദിവസം വരെ അവിടെ ജോലി ഉണ്ടായിരിക്കണം, ചെയ്തിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ്. ആ 78 ദിവസം എങ്കിലും ജോലി ചെയ്തിട്ടില്ല എങ്കിൽ they will not get the benefit of this policy. ഈ ഒരു ESI പ്രകാരമുള്ള പോളിസിയുടെ കവറേജ് കിട്ടുന്നതല്ല. അപ്പൊ 78 ദിവസമെങ്കിലും മസ്റ്റായിട്ട് ജോലി ചെയ്തിരിക്കണം എന്നുള്ളതാണ് സിക്നസ് ബെനിഫിറ്റിന്റെ പ്രത്യേകത ESI പ്രകാരം. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ എന്താണ് സിക്നസ് ബെനിഫിറ്റ് എങ്ങനെ കിട്ടാന്ന്? അതിന്റെ ബെനിഫിറ്റ് നേടിയെടുക്കാൻ അവൈലബിലിറ്റി ഉണ്ടാകാനുള്ള ആ ഒരു സാധ്യതയാണ് പറഞ്ഞത്. സിമിലർലി അതുപോലെ തന്നെ സിക്നസ് ബെനിഫിറ്റിനാണത്, അതെല്ലാവർക്കും, പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ എല്ലാവർക്കും. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് ഈസ് അതിന്റെ കൂടെ തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നത് മെറ്റേണിറ്റി ബെനിഫിറ്റ്. സ്ത്രീകൾക്ക് മെറ്റേണിറ്റി ബെനിഫിറ്റ്, ഗർഭമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രഗ്നൻസിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ചില എന്തെങ്കിലും രോഗങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അവർക്കും ഇതിന്റെ അവൈലബിലിറ്റി കിട്ടണമെങ്കിൽ about 70 days, ഏകദേശം ഒരു 70 ദിവസം തൊട്ട് മുന്ന് വരെ എന്ത് ചെയ്യണം, ആ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതിന് വർക്ക് ചെയ്തിരിക്കണം. 70 ദിവസമാണ് എന്തിനു വേണ്ടിയിട്ട്? മെറ്റേണിറ്റി ബെനിഫിറ്റിന് വേണ്ടി പറയുന്നത്. സിക്നസ് ബെനിഫിറ്റിന് വേണ്ടി 78 ദിവസവും പറയുന്നുണ്ട്. എല്ലാം കൂടി കൂട്ടി കുഴക്കരുത് കേട്ടോ. അപ്പൊ സിക്നസ് ബെനിഫിറ്റിന്റെ അവൈലബിലിറ്റി കിട്ടണമെങ്കിൽ വർക്കേഴ്സ് ഷുഡ് ഹാവ് വർക്ക്ഡ് ഫോർ 78 ഡേയ്സ് അല്ലെ, 78 ദിവസം സിക്നസ് മുമ്പ് ജോലി ചെയ്തിരിക്കണം. മെറ്റേണിറ്റി ബെനിഫിറ്റിന് ആണെങ്കിൽ മെറ്റേണിറ്റി ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ 70 ഡേയ്സ് ബിഫോർ അവൈലിംഗ് ദ ബെനിഫിറ്റ്, ആ ബെനിഫിറ്റ് കിട്ടുന്നതിന് തൊട്ട് മുമ്പുള്ള 70 ദിവസം വരെ ജോലി ചെയ്തിരിക്കണം. നിയമങ്ങളുണ്ട് അതിനൊക്കെ അല്ലെ. അപ്പൊ വെറുതെ നമ്മൾ ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസിന്റെ കവറേജ് എന്തെങ്കിലും കാര്യം വന്ന് കഴിയുമ്പോൾ ഓടിച്ചെന്നതേ ഞങ്ങൾക്ക് കവറേജ് കിട്ടണ്ട, ക്ലെയിം ചെയ്യാനൊന്നും പോയി കഴിഞ്ഞാൽ കാര്യമില്ല.
അപ്പൊ അതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞത്. നമ്മൾ ഏതെങ്കിലും ഇൻഷുറൻസിന്റെ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ടേംസ്, കണ്ടീഷൻസ്, അതിന്റെ ബെനിഫിറ്റുകളൊക്കെ കൃത്യമായിട്ട് വായിച്ചും അറിഞ്ഞും കേട്ടും ഒക്കെ മനസ്സിലാക്കിയതിനു ശേഷം മാത്രം നമ്മൾ അതിൽ കൊണ്ടുപോയി തലവെച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല നല്ല പോളിസീസ് ഒക്കെ ഉണ്ട്, ഈച്ച് ആൻഡ് എവരിത്തിങ്ങിന് ബെനിഫിറ്റുകൾ കിട്ടുന്ന പോളിസീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഇതെല്ലാം എന്ത് ചെയ്യണം, നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയോ? രണ്ടാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ? ഓക്കെ, യെസ്, നെക്സ്റ്റ് വൺ. ഇനി ഇത്തരം ബെനിഫിറ്റുകൾ ആർക്കാണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഇറ്റ് ഈസ് മെന്റ് ഫോർ ഫാക്ടറി വർക്കേഴ്സ്. തീർച്ചയായിട്ടും ഇത് കൂടുതലും ഈ പറയുന്ന ESI എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതി കൂടുതലും ആരെ അപ്ലിഫ്റ്റ് ചെയ്യാണ്? ഫാക്ടറി വർക്കേഴ്സിനെ, ഫാക്ടറി ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫാക്ടറിയിൽ നമുക്കറിയാം ഒരുപാട് ഹസാർഡസ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ. അപകടകാരികളായിട്ടുള്ള എന്താ പറയാ, ഈ ഇതൊക്കെ ഇൻഹേൽ ചെയ്ത്, ഫ്യൂംസ് ഒക്കെ ഇൻഹേൽ ചെയ്ത് പല രോഗങ്ങളും ആളുകൾക്ക് വരാം ഫാക്ടറി ജോലിക്കാർക്ക്. അതുപോലെ തന്നെ പല അപകടങ്ങൾ നിറഞ്ഞ മെഷീൻസ് ആയിരിക്കും ഇവര് ഹാൻഡിൽ ചെയ്യുന്നത്, അങ്ങനെയും അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ അവർക്കുണ്ടാകുന്ന അസുഖങ്ങളെയൊക്കെ നമുക്ക് എന്താ പറയാ ചികിത്സിച്ച് ഭേദമാക്കാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയാണ് കൂടുതലും ഈ ഒരു കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത്തരം ESI പോലെയുള്ള ഇൻഷുറൻസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ അവൈലബിലിറ്റി കിട്ടണമെങ്കിൽ the workers should not earn a wage not less than എന്താ പറയാ 21,000, അതായത് 21,000 എബവ് എന്താ പറയാ ഒരു മാസത്തില് കൂലിയായിട്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ അവൈലബിലിറ്റി കിട്ടില്ല. 21,000-നേക്കാൾ കുറവ് വേജസ് ഡ്രോ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന ESI പ്രകാരമുള്ള ഇൻഷുറൻസ് കവറേജ് കിട്ടാൻ സാധ്യതയുള്ളൂ. 21,000 രൂപ മന്ത്ലി ആണ് കേട്ടോ, ഒരു ദിവസത്തെ കാര്യമല്ല പറയണേ. മന്ത്ലി 21,000 രൂപയ്ക്ക് താഴെ മാത്രം വേജസ് കിട്ടുന്ന ആളുകൾക്കാണ് ESI-ൽ എന്താണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയാ ഓപ്ഷൻ ഉള്ളൂ എന്നാണ്. 21,000-ൽ കൂടുതലാണ് മന്ത്ലി സാലറി എങ്കിൽ there are no facilities, ഇവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി എംപ്ലോയേഴ്സും എംപ്ലോയീസും ഈ പറയുന്ന പദ്ധതിയിൽ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു, SHI-ൽ പറഞ്ഞു, എംപ്ലോയർ ആണ് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ആ കോൺട്രിബ്യൂഷൻ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ ആ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടത് എംപ്ലോയർ ആണ് എന്ന് പറഞ്ഞു. എന്നാൽ ESI-ൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിനകത്ത് എന്താ പറയാ കോൺട്രിബ്യൂഷൻ ഷുഡ് ബി മെയ്ഡ് ബൈ ബോത്ത് ദ എംപ്ലോയർ ആൻഡ് എംപ്ലോയി. ഇതിന്റെ കോൺട്രിബ്യൂഷൻ എംപ്ലോയറും എംപ്ലോയിയും കൂടിയാണ് അടയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ എംപ്ലോയറും കുറച്ച് പൈസ, അതായത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ പേരിൽ അയാള് എന്ത് ചെയ്യണം, ആ ജോലി ചെയ്യുന്ന ആളുടെ കൂലി എത്രയാണോ അതിന്റെ ഒരു നിശ്ചിത ശതമാനം അവിടെ എടുത്ത് പറയുന്നുണ്ട്, ആ നിശ്ചിത ശതമാനം എംപ്ലോയറും അടയ്ക്കണം. അതേ ആളുടെ കൂലിയുടെ ആ ഒരു നിശ്ചിത ശതമാനത്തിന്റെ ഭാഗം അത് നമ്മുടെ എംപ്ലോയിയും അടയ്ക്കണം. അപ്പൊ രണ്ടുപേരുടെയും കൂടി കോൺട്രിബ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ചെല്ലുന്നത്. അത് മാസത്തിലോ എങ്ങനെയാണോ അത് പ്രകാരം ഉണ്ടായിരിക്കും. അപ്പൊ ജോലി ചെയ്യുന്ന ആളും കൊടുക്കണം, അതുപോലെ തന്നെ അവിടുത്തെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിന്റെ കോൺട്രിബ്യൂഷൻസിൽ വ്യത്യാസമുണ്ട്. എംപ്ലോയർ ഷുഡ് കോൺട്രിബ്യൂട്ട് 3.25% ഓഫ് ദ വേജ് ബിൽ. അതായത് നമ്മുടെ എംപ്ലോയിയുടെ കൂലി എത്രയാണോ അതിന്റെ 3.25% എംപ്ലോയർ അടയ്ക്കണം. അതിന്റെ തന്നെ 0.75% എംപ്ലോയിയും അടയ്ക്കണം. ബോത്ത് കോൺസ്റ്റിറ്റ്യൂട്ട് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ ബിക്കംസ് 4%, 4%. അതായത് വേജസിന്റെ 4% എങ്ങടേക്ക് പോകും, ഇൻഷുറൻസിലേക്ക് പോകണം എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ ESI-ൽ എംപ്ലോയറും എംപ്ലോയിയും ആ പ്രീമിയത്തിന്റെ കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. എംപ്ലോയർ അടയ്ക്കേണ്ടത് 3.25% ഓഫ് ദ വേജ് ആണ് എങ്കിൽ എംപ്ലോയി അടയ്ക്കേണ്ടത് 0.75% ഓഫ് ദ വേജ് ആണ്. ക്ലിയർ? മനസ്സിലായോ? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ. ഇനി വീണ്ടും ഒരു എക്സെപ്ഷണൽ കേസ് പറയുന്നുണ്ട്. The worker who is drawing only a wage less than 176 per day, ഡെയിലി 176 രൂപയിൽ കുറവ് കൂലി വാങ്ങിക്കുന്ന ആളാണെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യണ്ട, കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട. ആള് കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട, അത് ഫുൾ എമൗണ്ട് അവിടെ കിട്ടിക്കോളും. അയാളുടെ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ട. കാരണം അയാളുടെ കൂലി എന്ന് പറയുന്നത് ഒരു ദിവസം 176 രൂപയിൽ കുറവാണ് എങ്കിൽ 176 രൂപയിൽ കുറവ് വേജസ് ഒരു ദിവസം വാങ്ങിക്കുന്ന ആൾക്ക് ഷുഡ് നോട്ട് പേ ദ കോൺട്രിബ്യൂഷൻ. അയാള് എന്ത് ചെയ്യണ്ട, കോൺട്രിബ്യൂഷൻ അടയ്ക്കണ്ട എന്നാണ് പറയേണ്ടത്. എംപ്ലോയിക്ക് അങ്ങനെയുള്ള ആൾക്ക് ആ കോൺട്രിബ്യൂഷൻ അടയ്ക്കേണ്ടി വരികയാണ്. ക്ലിയർ ആണോ? അല്ലാതെ ഉള്ളവർക്കെല്ലാം തന്നെ 21,000 രൂപയിൽ താഴെ വേജസ് പെർ മന്ത് വാങ്ങിക്കുന്ന എല്ലാവർക്കും എംപ്ലോയറും എംപ്ലോയിയും കൂടി കോൺട്രിബ്യൂഷൻ അടയ്ക്കണം. എംപ്ലോയർ 3.25%, എംപ്ലോയി 0.75% അടയ്ക്കണം എന്നുള്ളതാണ്.
ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ESI എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള കാര്യങ്ങൾ, അതിന്റെ ബെനിഫിറ്റുകൾ. അപ്പൊ ഇത്രയും ബെനിഫിറ്റുകൾ വർക്കേഴ്സ്, ഫാക്ടറി വർക്കേഴ്സിൽ ഇന്ത്യയിൽ ഇഷ്ടംപോലെ ഫാക്ടറീസ് ഉണ്ട്. ആ ഫാക്ടറീസിലൊക്കെ ഉള്ള ജോലിക്കാർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഇത് ഈ പറയുന്ന ESI പോലെയുള്ള എന്താ പറയുക ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. ഇനി ഈ ബെനിഫിറ്റുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു. മെറ്റേണിറ്റി ബെനിഫിറ്റ്, സിക്നസ് ബെനിഫിറ്റ് ഒക്കെ കിട്ടണമെങ്കിൽ 78 ദിവസം വരെ സിക്നസ് ബെനിഫിറ്റും 70 ദിവസം വരെ എന്ത് ചെയ്യണം, മെറ്റേണിറ്റി ബെനിഫിറ്റിനും എന്ത് ചെയ്യണം, വർക്ക് ചെയ്തിരിക്കണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ എന്ത് ബെനിഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞില്ല, അവിടെ ബെനിഫിറ്റ് കിട്ടും എന്ന് പറഞ്ഞു. 78 ദിവസം വരെ സിക്നസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ ആ ജോലിക്കാരൻ 78 ദിവസം വരെ ജോലി ചെയ്തിരിക്കണം. എന്ത് ബെനിഫിറ്റ് ആണെന്ന് പറഞ്ഞില്ല. ഓക്കെ, അതുപോലെ തന്നെ മെറ്റേണിറ്റി ബെനിഫിറ്റ് അവൈലബിലിറ്റി കിട്ടണമെങ്കിൽ ആ സ്ത്രീ എന്ത് ചെയ്തിരിക്കണം, 70 ദിവസം ആ ബെനിഫിറ്റിന് തൊട്ട് മുന്നുള്ള 70 ദിവസം ജോലി ചെയ്തിരിക്കണം. അവിടെയും എന്ത് ബെനിഫിറ്റ് കിട്ടുമെന്ന് പറഞ്ഞില്ല. സോ ഇവിടെ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ബെനിഫിറ്റ്സ്, ഈ പറയുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈ സിക്നസ് ബെനിഫിറ്റ്. എന്താണ് ഒന്നാമത്തെ? സിക്നസ് ബെനിഫിറ്റ് ആണ്. എന്ത് ബെനിഫിറ്റ് കിട്ടണേ നോക്കിയേ. The employee is given at the rate of 70% of the daily wage for a maximum period of 91 days in a year. അതായത് ഒരു ദിവസം ഒരു വർഷത്തില് ഒരു എംപ്ലോയിക്ക് ആൾക്ക് വലിയ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വയ്യായ്കളൊക്കെ വന്നു 91 ദിവസം വരെ, ഒരു വർഷത്തിൽ എപ്പോഴെങ്കിലൊക്കെ 91 ദിവസം, ഒരു വർഷത്തിൽ എത്ര ഡേയ്സിന് നമുക്കറിയാം അല്ലെ, 365 അല്ലെങ്കിൽ 366 ഡേയ്സ് ഒക്കെയാണ്, 366 365 ദിവസമൊക്കെയാണ് ഒരു വർഷത്തിലുള്ളത്. ഈ 365 66 ദിവസങ്ങളുള്ള ഒരു വർഷത്തില് 91 ദിവസം വരെ എപ്പോഴെങ്കിലൊക്കെ വയ്യായ്കളൊക്കെ വന്ന് പുള്ളിക്കാരന് എന്താ പറയാ ആശുപത്രി കിടക്കോ അല്ലെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ഒരു ദിവസത്തെ കൂലി എത്രയാണോ അതിന്റെ 70% അയാൾക്ക് എന്ത് ചെയ്യും, കാശായിട്ട് കിട്ടും. അതായത് ആൾക്ക് ആ 91 ദിവസത്തെ കൂലി കിട്ടിയില്ലെങ്കിലും കൂലിയുടെ മൊത്തം കിട്ടിയില്ലെങ്കിലും 70% ആൾക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് സിക്നസ് ബെനിഫിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സിക്നസ് ബെനിഫിറ്റ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. എങ്ങനെയാണ് കിട്ടേണ്ടത്? 78 ദിവസം വരെ കിട്ടും, മുമ്പ് ജോലി ചെയ്തിരിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ആ എന്ത് ബെനിഫിറ്റ് കിട്ടുന്നതെന്നാണ് ഇപ്പൊ പറയുന്നത്. അതായത് ഈ പറയുന്ന ആള് 365 ദിവസത്തെ ഒരു വർഷത്തില് 91 ദിവസം വരെ ആൾക്ക് തന്റെ ഡെയിലി വേജസിന്റെ തന്റെ കൂലി എത്രയാണോ അതിന്റെ 70%, ഇപ്പൊ ഒരു 1000 രൂപ വാങ്ങിക്കുന്ന ആള് അല്ലെങ്കിൽ 500 രൂപ വാങ്ങിക്കുന്ന ആള് അത് എത്രയാണോ അതിന്റെ 70% ആൾക്ക് ജോലിക്ക് എന്താ പറയാ കൂലിയായിട്ട് കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതാണ് സിക്നസ് ബെനിഫിറ്റ്. ഇപ്പൊ 100 രൂപ കൂലി വാങ്ങിക്കുകയാണ് ഒരു ദിവസമെങ്കിൽ 70 രൂപ ആൾക്ക് കിട്ടും, 30 രൂപ അവിടെ കട്ട് ഓഫ്. മീൻസ് ജോലി ചെയ്യുന്നില്ല, പക്ഷെ ആൾക്ക് സിക്നസ് ബെനിഫിറ്റ് വെറുതെ ഇരുന്നാലും കിട്ടും. കാരണം വയ്യാത്തത് കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി ഇതിന്റെ കൂടെ മറ്റൊന്നാണ് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. എക്സ്റ്റെൻഡഡ് ഈ സിക്നസ് ബെനിഫിറ്റ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇൻ സം കേസസ് ചില അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യുന്നതാണ് സിക്നസ് ബെനിഫിറ്റ്. എന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ ചില രോഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന് എന്താ പറയാ പെട്ടെന്നൊന്നും മാറുന്നതല്ല. സച്ച് ആസ് ട്യൂബർകുലോസിസ്, ലെപ്രോസി, ഫ്രാക്ചർ, മാലിഗ്നസി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇത് കേട്ടിട്ടുണ്ടല്ലോ, ട്യൂബർകുലോസിസ്, TB അല്ലെ, ക്ഷയം പോലെയുള്ള അസുഖങ്ങള്, ലെപ്രോസി കുഷ്ഠരോഗം എന്നൊന്നും അതൊക്കെ അത്ര വലിയ കാണുന്ന രോഗമൊന്നുമല്ല. അപ്പൊ ഒത്തിരി നമ്മള് അതിന് വേണ്ടിയിട്ടുള്ള ഇമ്മ്യൂണൈസേഷൻസ് ഒക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒത്തിരി രോഗങ്ങളൊക്കെ ഇന്ന് പണ്ടത്തെ കാര്യത്തിലുള്ള രോഗങ്ങളൊക്കെ കുറെയൊക്കെ മാറിപ്പോയിട്ടുണ്ട്. TB എന്ന് പറയുന്ന സാധനം ഇപ്പൊ നമ്മളങ്ങനെ അധികം കേൾക്കുന്നൊന്നുമില്ല. അതുപോലെ ഫ്രാക്ചേഴ്സ്, ഒടിവ് ചതവ്, അതുപോലെ തന്നെ കൈക്കോ കാലിനൊക്കെ വലിയ കുറെ നാളുകളൊക്കെ ജോലിക്ക് പോകാൻ പറ്റാതെ ഫ്രാക്ചേഴ്സ് വരിക, മാരക രോഗങ്ങൾ, അതായത് മാലിഗ്നസി എന്ന് പറയുന്നത് മാരക രോഗങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഈ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ്. നേരത്തെ പറഞ്ഞ സാധാരണ ഉണ്ടാകുന്ന സിക്നസ് ആണ്. ഇപ്പൊ പറയുന്നത് എക്സ്റ്റെൻഡഡ് ആണ്. ഇതുപോലെയുള്ള ചില ദീർഘകാല സൗഖ്യം ആവശ്യമുള്ള ചില രോഗങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ബെനിഫിറ്റ് ഒന്നുകൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 80% വേജസിന്റെ കിട്ടുന്നു. എത്ര കിട്ടുന്നു? 80% കൂലിയുടെ. ഒരു ദിവസത്തെ കൂലി എത്രയാണോ 80% വരെ ആ ദിവസത്തെ കൂലിയുടേതും കിട്ടും. കൂടാതെ അത് വർഷവും നീട്ടിയിട്ടുണ്ട്. ഒരു വർഷത്തില് എന്താ പറയാ 91 ദിവസമല്ലേ പറഞ്ഞ, 2 വർഷം വരെ തൊട്ട് അവര് ബെനിഫിറ്റ് അവൈലബിലിറ്റി കിട്ടുന്നു എന്നാണ്. 2 വർഷം വരെ അതിന്റെ. കാരണം ഇത് ദീർഘകാലം ഈ ട്യൂബർകുലോസിസ്, ലെപ്രോസി ഒക്കെ എളുപ്പം മാറുന്ന അസുഖങ്ങളൊന്നുമല്ല. അത് മാത്രമല്ല അതൊക്കെ കുറച്ചും കൂടി സ്പ്രെഡിങ് ഡിസീസസ് ആണ്. അപ്പൊ അതുകൊണ്ട് മറ്റുള്ളവർക്കൊക്കെ അപ്പൊ കുറെ നാളുകളൊക്കെ ജോലിക്കൊന്നും പോകാതെയൊക്കെ ഇരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ ആളുടെ കൂലിയുടെ 80% വേജസ് കിട്ടുന്നു. 2 വർഷത്തോളം ആ ഒരു ബെനിഫിറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. മറ്റേ 91 ദിവസം കിട്ടുള്ളൂ ഒരു വർഷത്തിൽ. ഓക്കെ, അതാണ് മറ്റൊരു എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ?
അടുത്തത് പോയ എല്ലാവരും ഓക്കെ. അടുത്തത് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ആണ്. എൻഹാൻസ്ഡ്. ഇനി വീണ്ടും പറയാണ്, മെയിൽ ബെനിഫിഷ്യറീസിനും അതുപോലെ ഫീമെയിൽ ബെനിഫിഷ്യറീസിനും ചില ബെനിഫിറ്റുകളും ഇനി കിട്ടുന്നുണ്ട്. അതായത് സ്റ്റെറിലൈസേഷൻ പീരീഡിൽ, അതായത് ഇൻ ദ ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ, വന്ധ്യകരണം ഒക്കെ നടക്കുന്ന ആ സമയത്തൊക്കെ ഇവർക്ക് പുരുഷന്മാർക്കിടെ ആണെങ്കിൽ അവർക്ക് ഒരു 7 ദിവസത്തെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസത്തെ ബെനിഫിറ്റുകളാണ്. അവരുടെ വേജസിന്റെ ഒക്കെ ഇത് നോക്കിയിട്ട് അവർക്ക് ഒരു 7 ദിവസവും അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അത് 14 ദിവസവും ഇവന്റ് ഓഫ് സ്റ്റെറിലൈസേഷൻ പീരീഡിൽ ബെനിഫിറ്റ് കിട്ടുന്നു എന്നുള്ളതാണ്. ആർക്കാണ്? മെയിൽ ബെനിഫിഷ്യറീസിന് 7 ഡേയ്സും ഫീമെയിൽ ബെനിഫിഷ്യറീസിന് 14 ഡേയ്സുമാണ് അതിന്റെ ബെനിഫിറ്റ് അവൈലബിൾ ആകുന്നത്. അതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മറ്റൊന്നാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ്. മെറ്റേണിറ്റി ബെനിഫിറ്റ് ഫുൾ വേജസ് കൊടുക്കും. എത്ര ദിവസം കൊടുക്കും? 180 ദിവസത്തോളം കൊടുക്കും. പ്രഗ്നൻസി പീരീഡില് 180 ദിവസം എന്ന് പറയുമ്പോൾ ഡിവൈഡഡ് ബൈ 30, 6 months അല്ലെ? 6 മാസത്തോളം അവർക്ക് ഫുൾ വേജസ് പേ ചെയ്തിട്ടുള്ള മെറ്റേണിറ്റി ബെനിഫിറ്റ് ESI പ്രകാരം ആ ഒരു ESI എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർക്കുണ്ട്, സ്ത്രീകൾക്ക്. മാത്രമല്ല, ഇൻ ദ കേസ് ഓഫ് മിസ്കാരേജ് ഓർ MTP, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി, അതായത് നമ്മളുടെ പ്രസവം നിർത്തലുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ്, അതായത് കുട്ടി ഒക്കെ ഉണ്ടായി തുടങ്ങി പക്ഷെ അത് പോയി എന്ന് വിചാരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് കുറച്ച് റെസ്റ്റ് ഒക്കെ വേണ്ടി വരും. അങ്ങനെ ഒരു റെസ്റ്റ് കൊടുക്കാവുന്ന ആ പീരീഡ് ആണ് ഉദ്ദേശിക്കുന്നത്. 6 ആഴ്ച വരെ ഈ 2 സാഹചര്യത്തിലും പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ്. മറ്റേത് ഫുൾ വേജസ്, എന്താ പറയാ, നമ്മളുടെ പ്രഗ്നൻസി പീരീഡില് മെറ്റേണിറ്റി ബെനിഫിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 180 ദിവസത്തോളം ഫുൾ വേജസ് കൊടുക്കും. മറ്റതിന് രണ്ടിലും മിസ്കാരേജ് അതില്ലെങ്കിൽ FTP എന്ന് പറയുന്ന സമയത്ത് അവർ കിട്ടുന്നത് 6 weeks ആണ്. 6 ആഴ്ചത്തെ എന്താ പറയാ ഫുൾ വേജസ് ആയിരിക്കും ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത്. MTP ഒന്ന് നമ്മുടെ എഴുതി വെച്ചേക്കണേ, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. ഓക്കെ, അതൊക്കെ അണ്ടർലൈൻ ചെയ്തോണ്ട്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇത് എത്ര ദിവസമാണ് കിട്ടുന്നത്, എത്ര രൂപയാണ് കിട്ടുന്നത്, എങ്ങനെയാണ് അത് വേജസിന്റെ ഏത് രീതിയിലാണ് കിട്ടുന്നത് എന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് വൺ ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആണ്. ടെമ്പററി ആയിട്ട് നമ്മൾ ഡിസേബിൾഡ് ആയിപ്പോയി, അംഗവൈകല്യം, താൽക്കാലികമായ വൈകല്യമാണ് കേട്ടോ, എന്നേക്കും ഉള്ളതല്ല, പെർമനന്റ് ആയിട്ടുള്ളതല്ല. താൽക്കാലികമായിട്ട് എന്തെങ്കിലും ആക്സിഡൻസ് മൂലമൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഡിസേബിൾമെന്റ്, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ 90% ഓഫ് വേജസ് ഇൻ ക്യാഷ്. ഡിസേബിൾഡ് ആയി വീട്ടിലിരിക്കുകയാണ്, പോകാനൊന്നും പറ്റുന്നില്ല ജോലിക്ക്. അങ്ങനെ വരുമ്പോൾ അവരുടെ കൂലിയുടെ 90% ക്യാഷ് ആയിട്ട് ആ ഒരു ഡിസേബിൾമെന്റിന്റെ പീരീഡ് എത്ര നാളും ഉണ്ടോ അവിടെ വരെ കൊടുക്കും. 2 മാസം ഡിസേബിൾഡ് ആയിട്ടിരുന്നു, വൈകല്യമായിട്ടിരുന്നു, 3 മാസം ഇരുന്നു, എത്ര കാലമാണോ ഇരുന്നത് അതുവരെ 90% കൂലിയുടെ 90% ക്യാഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു എന്നതാണ് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ESI പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ബെനിഫിറ്റ് ആണ് ഫ്യൂണറൽ ബെനിഫിറ്റ്. ESI പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി മരിച്ചു പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ ഏറ്റവും എൽഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെമ്പറിന് will be given 15,000 ഫോർ ദ ഫ്യൂണറൽ പർപ്പസസ്. അതായത് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ട് 15,000 രൂപ അവിടുത്തെ ഏറ്റവും മുതിർന്ന മെമ്പറിന് കൊടുക്കുന്നു എന്നുള്ളതാണ്. ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ, ESI എന്താ പറയാ ഈ പറയുന്ന പ്രോഗ്രാമിലെ ഒരു വ്യക്തിയാണ്, ഒരു എംപ്ലോയി ആണ് മരിച്ചു പോയതെങ്കിൽ ആളുടെ ഫ്യൂണറൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒരു 15,000 rupees എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. ESIയുടെ മറ്റൊരു ബെനിഫിറ്റ് അതാണ്. ആൻഡ് ദ നെക്സ്റ്റ് ബെനിഫിറ്റ് ഈസ് മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. മെഡിക്കൽ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വർക്കർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജോലിക്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മെഡിക്കൽ കവറേജ്, ഇൻഡോർ ഔട്ട്ഡോർ എല്ലാ സർവീസസും, എന്ത് ആശുപത്രിയുടെ അകത്ത് എന്തൊക്കെ സേവനങ്ങൾ പറ്റിയിട്ടുണ്ടോ അതിന്റെ ചെലവുകൾ മീറ്റ് ചെയ്യും. പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെലവുകൾ, ഇപ്പൊ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെന്റ് പുറത്തൊക്കെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് ഇരിക്കുക, അങ്ങനെ സ്പെഷ്യലിസ്റ്റ് സർവീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവുകൾ, ആംബുലൻസ് സർവീസിന് വേണ്ടി വന്നിരിക്കുന്ന ചെലവുകൾ, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യും ESIയില്. മെഡിക്കൽ ബെനിഫിറ്റിന് അർഹതയുണ്ട് ആർക്ക്? എംപ്ലോയീസിന് ആ ESIയില് ഭാഗമായി കഴിഞ്ഞാൽ. ഇതെല്ലാമാണ് നമ്മളുടെ എന്താ പറയാ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ ബെനിഫിറ്റുകൾ. സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, എക്സ്റ്റൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് ഉണ്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, ഫ്യൂണറൽ ബെനിഫിറ്റ് ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്. ഇതൊക്കെ ESIയില് ഇഷ്ടംപോലെ ബെനിഫിറ്റുകൾ ഉള്ളതാണ് കേട്ടോ ESI. കാരണം കൂടുതലും ഫാക്ടറി വർക്കേഴ്സ് ഒക്കെ ആണല്ലോ, അല്ലെ, ഫാക്ടറി തൊഴിലാളികളാണ്. അപ്പൊ അവർക്ക് അവരുടെ ഡെയിലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അവർക്ക് കിട്ടുന്ന ആ ഒരു കൂലി തികയുള്ളൂ. അപ്പൊ പിന്നെ അത് എത്രത്തോളം അവർക്ക് സേവ് ചെയ്ത് അവർക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒന്നും അവർക്ക് ജീവിതത്തിൽ
ഉണ്ടാക്കാനായിട്ട് പറ്റില്ല, സേവ് ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലുള്ള ആകസ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ ആരും ഹെൽപ്പ് ചെയ്യും? വലിയ ഇൻവെസ്റ്റ്മെന്റും ഇല്ല അവരുടെ കയ്യില്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഗവൺമെന്റ് ഇങ്ങനെയുള്ള കുറെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ കൊണ്ടുവരുന്നതും അവർക്കും ക്വാളിറ്റി ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ. ക്ലിയർ ആയോ? മനസ്സിലായോ ബെനിഫിറ്റുകളെല്ലാം? ഓക്കെ അല്ലേ? യെസ്. അടുത്ത ഒരു ചെറിയ കഷ്ണം കൂടെ അത് പറഞ്ഞിട്ട് ഞാൻ നിർത്തിക്കോളാം. ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് എക്സാമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ESIയില് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസിന്റെ പ്രോഗ്രാമില് പങ്കാളികളായിട്ടുള്ള ആളുകളുടെ കോൺട്രിബ്യൂഷൻ ആര് നടത്തുന്ന പറഞ്ഞേ? എംപ്ലോയർ ആൻഡ് എംപ്ലോയർ, രണ്ടു കൂട്ടരും കൂടിയാണ് അതിന്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. SHIയില് എംപ്ലോയർ മാത്രമാണ് കൊടുക്കുന്നത്. അപ്പൊ എംപ്ലോയറും എംപ്ലോയിയും ഈ പറയുന്ന പദ്ധതി പ്രകാരം എന്ത് ചെയ്യണം? കോൺട്രിബ്യൂഷൻസ് ചെയ്യണം. ഇപ്പൊ ഒരു ഉദാഹരണം തന്നിട്ടുണ്ട്. ESI ആക്ട് 1948 നിലവിൽ വന്ന വർഷത്തോടെ പറഞ്ഞാൽ 1948 ESI ആക്ട് പ്രകാരം ഒരാളുടെ INR എന്ന് പറയുന്നത് 20,000 രൂപയാണെന്ന് വിചാരിക്കുക. എന്താണ് INR? ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അന്തർദേശീയമായിട്ട് അംഗീകരിക്കപ്പെട്ട വാല്യൂ, നമ്മുടെ രൂപയുടെ വാല്യൂ അതാണ്. അപ്പൊ 20,000 രൂപ വാല്യൂ അല്ലെങ്കിൽ വേജസ് കിട്ടുന്ന ഒരു മാസം കിട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കാം. ആളുടെ ESIയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എങ്ങനെ കണക്കാക്കുന്നതെന്നാണ് തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെ നോക്കിയേ? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 20,000ന്റെ എത്ര ശതമാനം എംപ്ലോയർ കൊടുക്കണ്ടേ? 3.25%. അപ്പൊ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 20,000 × 3.25%. എത്രയാണോ അത് കിട്ടുന്നു. എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിന് അദ്ദേഹത്തിന്റെ 20,000ന്റെ തന്നെ 0.75% എന്നുള്ളത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരുടെയും കൂടിയുള്ള കോൺട്രിബ്യൂഷൻ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ 800. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയേ, ശരിയാണോ എന്ന് നോക്കിയേ നിങ്ങള്. 20,000 × 3.25%, 20,000 × 0.75% കിട്ടിയേക്കുന്നതൊക്കെ ശരിയാണോ എന്ന് നോക്ക്. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ESI SHI നമ്മൾ ഇന്ന് പഠിച്ചത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഗവൺമെന്റിന്റെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. ESI എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നതും ഇന്ത്യൻ ഫാക്ടറി വർക്കേഴ്സിനെ ഉൾപ്പെടുത്തി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമും. ഇത് രണ്ടുമാണ് നമ്മൾ പഠിച്ചത്. എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് ഇതിനകത്ത്. കാരണം ഇതിനകത്ത് കുറച്ച് ഡേറ്റ്സും കുറച്ച് എങ്ങനെയൊക്കെയാണ് ഓരോരുത്തരും കോൺട്രിബ്യൂഷൻസ് നടത്തേണ്ട കാര്യങ്ങളും അതുപോലെ എന്തൊക്കെ ബെനിഫിറ്റുകൾ എങ്ങനെയൊക്കെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മൾ മാറ്റി വെക്കാൻ പറ്റില്ല. അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. സോ നമ്മൾ ഇതിനകത്തൊന്നും സ്കിപ്പ് ചെയ്യാനൊന്നുമില്ല. ഇതൊക്കെ വായിച്ചാലും പെട്ടെന്ന് കിട്ടുന്നതുമാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇന്നപ്പോ എന്തൊക്കെ പഠിച്ചു നമ്മള്? ഇല്ല, ബുദ്ധിമുട്ടില്ല. ഓക്കെ. അപ്പൊ ഇന്നൊക്കെ എന്തൊക്കെയാ പഠിച്ചത്? ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ബാക്കി രണ്ടെണ്ണം പഠിച്ചു. പേഴ്സണൽ ആക്സിഡന്റ് കവറും ടോപ്പ് അപ്പ് കവറും. പിന്നെ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന പദ്ധതിയിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് അവൈൽ ചെയ്യണമെങ്കിലുള്ള 3 കണ്ടീഷൻസ് പറഞ്ഞു. അതിന്റെ കൊണ്ടുള്ള ബെനിഫിറ്റുകൾ പറഞ്ഞു. ESI എന്ന് പറയുന്ന ഒരു പുതിയ സ്കീം നമ്മൾ പറഞ്ഞു. അതിന്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, ആ ബെനിഫിറ്റ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടിയാണ് പറഞ്ഞത്. പിന്നെ ESIയിലേക്ക് എംപ്ലോയറും എംപ്ലോയിയും നടത്തുന്ന കോൺട്രിബ്യൂഷൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി എടുക്കാം. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന് ഒന്ന് വേഗം. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. എന്താണ് പറഞ്ഞത്? ഞാൻ അത് ശ്രദ്ധിച്ചില്ല. ഓരോ ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോഴും അതിന്റെ ബെനിഫിറ്റുകളും അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസും കൃത്യമായിട്ടൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്.
എല്ലാ ഇൻഷുറൻസിലും എല്ലാം കൊടുക്കുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാത്തിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ ഇത് എല്ലാവർക്കും കൂടി ഓഫർ വന്നിരിക്കുന്ന ഇൻഷുറൻസുകളല്ല. നമ്മൾ പറഞ്ഞില്ലേ, എല്ലാ ഇൻഷുറൻസും എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഓരോ ഇൻഷുറൻസിലും പങ്കാളിയാകണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിബന്ധനകളുണ്ട് അല്ലെ. പുവർ പീപ്പിളിന് വേണ്ടി ഉദ്ദേശിച്ച് മാത്രമുള്ളതാണെങ്കിൽ അപ്പൊ നമ്മളുടെ ഇൻകം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ഇൻഷുറൻസിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് പരിമിതികളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഇൻഷുറൻസ് സ്കീമുകൾ ഒരുപാടുണ്ട്. ഇൻഷുറൻസ് ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ട് വേണം നമ്മൾ പങ്കെടുക്കാനായിട്ട്. എല്ലാവർക്കും എല്ലാം ഓപ്പൺ അല്ല, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസുകളല്ല ഉള്ളത്. നിലവിൽ വ്യത്യസ്തങ്ങളാണ്. ചില ആളുകൾക്ക് ചില ഇൻഷുറൻസിന് കിട്ടില്ല, കാരണം അവർക്ക് അതിന്റെ ആ ഇൻഷുറൻസിന്റെ കണ്ടീഷൻസ് ഉണ്ട്, അതനുസരിച്ച് കിട്ടില്ല. ചിലവർക്ക് അത് കിട്ടും അല്ലെ. ഇപ്പൊ പുവർ പീപ്പിളിന് ഉദ്ദേശിച്ചിട്ടുള്ള ഇൻഷുറൻസിൽ ഒരു എത്ര ഇൻകം കിട്ടുന്ന ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുമോ? ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ വേറെയും പഠിക്കുന്നുണ്ട്, ഇനിയും ഇൻഷുറൻസ് സ്കീമുകൾ വേറെ പഠിക്കാറുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ RSBY, നമ്മളുടെ രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമ യോജന എന്ന് പറയുന്ന പദ്ധതി, അതുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളതാണ്. ഓക്കെ, ഇത് പറഞ്ഞത് ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾഡ് ടെമ്പററി ആയിട്ട്, അതായത് താൽക്കാലികമായി നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഡിസേബിൾമെന്റ് വൈകല്യം വന്നു കഴിയുമ്പോൾ ആ വൈകല്യം വന്ന് നമുക്ക് ജോലിക്കൊക്കെ പോകാൻ പറ്റാതെ ഒരു പീരീഡ് ഉണ്ടാവില്ലേ, ഇപ്പൊ ഒരാഴ്ചയാണോ 2 ആഴ്ചയാണോ അല്ലെങ്കിൽ മാസങ്ങളാണോ, ആ സമയത്ത് മുഴുവൻ, ആ പീരീഡിൽ മുഴുവൻ നമുക്ക് നമ്മുടെ വേജസിന്റെ 90% രൂപയും കിട്ടുന്നു. 100 രൂപക്ക് കൂലി കിട്ടുന്ന ആളാണെങ്കിൽ 90 ഭാഗത്ത് ആ ഡിസേബിൾമെന്റ് പീരീഡ് എത്ര വരെ ആളും അനങ്ങാണ്ടിരുന്ന വീട്ടില് ആ ദിവസം എല്ലാ ദിവസവും അത് കിട്ടുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് ഇവിടെ വരെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. SHIയും ESIയും അതിന്റെ ഓരോന്നിന്റെയും ടേംസും കണ്ടീഷൻസും ബെനിഫിറ്റുകളും ഒക്കെ പ്രത്യേകം മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. എല്ലാം കൂടി ക്ലാഷ് ആക്കരുത്, കാരണം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കും ആണ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അടുത്ത ടീച്ചർ വരും, അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം, അതൊന്ന് വായിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു.